ഈ ആഴ്ച ബിഗ് ബോസ് എല്ലാവരും നോമിനേറ്റ് ചെയ്തേക്കുവാണെന്ന് ആദില പറയുന്നത്. എല്ലാവരെയും വിളിച്ച് കൺഫ്യൂഷൻ റൂമിൽ ഇരുത്തിയിട്ട് ബിഗ് ബോസ് പറയുന്നു എല്ലാവരും ഈ ആഴ്ച നോമിനേഷനിലുണ്ടെന്ന്. അപ്പം സരിക ചോദിക്കുന്നു നൂറയും നൂറയും ഉണ്ടെന്ന് പറയുന്നു. അവൾക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടിയത് ഈ വീക്കിൽ നിൽക്കാനായിരുന്നു എന്ന് പറയുന്ന ആദില. ഇതിൽ നിന്ന് 2 പേര് പോകുന്ന പറഞ്ഞപ്പോൾ എന്തോ ഒരു ആശ്വാസമെന്ന് സരിക പറയുന്നു. എല്ലാ വീക്കിലും എനിക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയാം ആരെങ്കിലുമൊക്കെ പുറത്തു വരുന്ന ആലോചിക്കുമ്പോഴെന്ന് ഇന്ന് സരിക പറയുന്നു. ഇന്നില്ല എന്നൊക്കെ എവിക്ഷന് പറയുമ്പോൾ എന്നാ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ്. എവിക്ഷന് നിൽക്കുമ്പോഴേ എന്തെങ്കിലും എടുക്കാൻ സ്റ്റോർ റൂമിലോട്ട് പറഞ്ഞു വിടുമെന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ഉത്സാഹം. എന്നാ അതോ പോകാൻ പോകുന്നു ഔട്ടാവുന്നെന്ന് പറയുമെന്ന്. എന്നെ ഇവർ കണ്ണ് കെട്ടിട്ടാണ് കൊണ്ടുപോയെന്ന് സരിക പറയുന്നു. അതിൽ സരികയോട് ചോദിക്കുകയാണ്, ചേച്ചി ഇവിടുന്ന് പോകുമ്പോഴേ സ്റ്റോർ റൂമിൽ ആൾക്കാരുണ്ടായിരുന്നോ? ഞാനിങ്ങനെ സ്റ്റോർ റൂമിൽ പോയല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇവിടെ എന്തോ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഗെയിം കളിക്കാനാണെന്നല്ലേ. ഡോറ് ലോക്കായത് എനിക്കറിയില്ലല്ലോ. ഇത്രയും കാലത്ത് ഞാൻ സ്റ്റോർ റൂമിൽ പോയിട്ട് ഒരു കാലത്ത് പോലും ഞാനതെടുത്ത് വായിച്ചിട്ടില്ല, അറിയോ. പക്ഷെ അന്നത് വായിക്കേണ്ടായിരുന്നു ആലോചിച്ച് പോയി. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ്, ഇത് കിട്ടിയ ഉടനെ ഇവിടെ നിൽക്കുക. ഇവരൊക്കെ എല്ലാവരും കിടന്ന് ചിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്ന എന്തോ പുതിയ ഗെയിം വന്നിട്ടുണ്ട്. ഞാനവിടെ നിന്നിട്ട് മനസ്സിൽ ലാലാല ഈ ഗെയിമിൽ ഞാനായിരിക്കുമല്ലോ വിജയിക്കുന്നതെന്നൊക്കെയാണ്. എനിക്ക് ചെറിയ അനക്കമൊക്കെ പേടിയാണ്, അറിയാമല്ലോ. അപ്പോൾ എവിടെ നിന്നൊക്കെയോ ഒരു ഒച്ച അനക്കങ്ങൾ കേൾക്കുന്നു. ടക്കുന്ന് എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വന്ന് എൻ്റെ കണ്ണൊക്കെ അങ്ങ് മൂടിക്കെട്ടി. കണ്ണ് കെട്ടിയപ്പോഴും എൻ്റെ വിചാരം എന്താ ഏതോ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോവാണെന്നാണ്. കണ്ണ് കെട്ടി കളിക്കുകയോ തൊട്ട് കളിക്കുകയോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും. അക്ബർ കളിയാക്കി ചിരിക്കുകയാണ് സരികയെ. നമുക്കിങ്ങനെ കുറേ നേരം നമ്മൾ ഇരുട്ടത്ത് നിന്നിട്ട് പിന്നെ വെളിച്ചം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ശരത്ത് വയ്ക്കുന്നത് അപ്പോൾ തുറന്ന് എവിടെ വെച്ചാണ്? സ്റ്റേജിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ലാലേട്ടൻ്റെ അടുത്ത്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഞാനിവിടെ എന്തോ കല്ലാതിലൊക്കെ പട്ടം നേടിയിട്ടാണല്ലോ പോകുന്നത്, പിന്നെ ഞാനെന്തിനെ പേടിക്കണമെന്ന്. അപ്പോഴേക്ക് അക്ബർ അങ്ങോട്ട് വന്ന് പുറകേന്ന് സരിക ഇങ്ങനെ ഒന്ന് പിടിച്ചപ്പോഴത്തേക്ക് സരിക പേടിച്ചു പോയി. അപ്പം അക്ബർ അവരുടെ കൂടെ വന്നങ്ങ് ഇരുന്ന്. അപ്പോൾ അടുത്തൊരു ലൈവുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.